ദേവയാനി നയനയെ സ്നേഹിക്കാൻ തുടങ്ങുന്നുണ്ടോ? പുതിയ എപ്പിസോഡുകൾ സൂചിപ്പിക്കുന്നത് അതാണ്. ഞാനും അച്ഛനും തമ്മിലുള്ള ബന്ധത്തേക്കാൾ ദൃഢമാണ് അവനും അവന്റെ മുത്തച്ഛനും തമ്മിലുള്ള ബന്ധം. നയനയാണ് ഈ വീടിന്റെ വിളക്കെന്ന് അച്ഛൻ ഏതു നേരം പറഞ്ഞോണ്ടിരിക്കുന്നത് എന്തിനാ? ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് അവളെ പറഞ്ഞേക്കാനാവില്ലെന്ന് മുത്തച്ഛൻ വാശി പിടിക്കുന്നത് എന്തിനാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. കുറ്റപ്പെടുത്താനുള്ള കാരണം എനിക്കൊന്നും അറിയില്ലായിരുന്നല്ലോ മോനെ. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒന്നും പറയില്ലായിരുന്നല്ലോ. എന്നോടത് മറച്ചു വെച്ചെങ്കിൽ അതാ എന്റെ സങ്കടം. അതെനിക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. മുത്തശ്ശിന് വേണ്ടി ഇനിയും ഞാൻ അഭിനയിക്കാം. വല്ലാത്തൊരു പ്രതിസന്ധിയിലാണല്ലോ മോനെ നമ്മൾ നിൽക്കുന്നത്. അവള് വീട് വിട്ടു പോകാൻ പോയപ്പോ ഇന്ന് വരെ ആരുടെ മുന്നിലും താഴാത്ത മുത്തശ്ശൻ അവളോട് തൊഴുതു പറയുമായിരുന്നു പോകരുതെന്ന്. പക്ഷേ നയന എന്റെ മനസ്സിൽ നിന്ന് പടിയിറങ്ങി പോയി കഴിഞ്ഞു. ചേച്ചിക്കൊരു അമ്മയുടെ സ്ഥാനമുണ്ട്. എന്നാ അത് മനസ്സിലാക്കിയിട്ട് അതിനൊത്ത സംസാരം വേണം പുറത്തു വരാൻ. ഇനി ഈ രീതി സംസാരിച്ച ചേച്ചിയാണെന്ന് നോക്കാതെ കൊല്ലും ഞാൻ. നീ എന്നെ തല്ലിയല്ലേ? ചേച്ചിയുടെ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകള് അതുപോലെ കടുപ്പമുള്ളതാ. നമ്മുടെ അമ്മ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചിയെ കഴുത്ത് ഞെരിച്ച് കൊന്നേനെ. തല്ലി ശരിപ്പെടുത്തി കളയും ഞാൻ. നീ തല്ലിക്കോ. പോയാലും എത്ര പണം മുടക്കിയാലും മോന്റെ മുത്തശ്ശിനെ പഴയ പോലെ ആക്കണം. ഈ രോഗം പിടിപെട്ടതിന് ശേഷം മുത്തശ്ശന് ഈ വീട്ടിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരിക്കുന്നത്. എന്ന രോഗത്തിന്റെ പിടിയിലാണ് മുത്തശ്ശനെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടും നയന ചെയ്തതൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്നില്ലമ്മേ. പ്രത്യേകിച്ച് ഇപ്പൊ അവള് കാണിച്ചത് വലിയ തെറ്റമ്മേ. ഒരിക്കലും മറക്കാനും പൊറുക്കാനും കഴിയാത്ത തെറ്റ്. അവൾ ഈ വീട്ടിൽ നിന്ന് പോയാ ഈ വീടിന്റെ ഐശ്വര്യം ഇല്ലാതാവുന്ന മോന്റെ മുത്തശ്ശൻ പറയുന്നത്. ഇതാണല്ലോ എല്ലാ മനുഷ്യന്റെ അവസാനത്തെ അടവ്. കൊന്നോളൂ, ശിക്ഷിച്ചോളൂ എന്നൊക്കെ പറയുമ്പോ ആരായാലും അവസാനം ക്ഷമിക്കാൻ തയ്യാറാവും. ആദർശേട്ടൻ കഴിഞ്ഞ ദിവസം ഡിന്നർ നടത്തിയിരുന്നല്ലോ. അതിനിടയ്ക്ക് ഞാൻ ആദർശേട്ടനെ പുറത്തേക്ക് വിളിച്ചോട്ട് പോയത് ഓർമ്മയുണ്ടോ? എന്റെ മനസ്സിലൊരു വിങ്ങലുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നല്ലോ.